ഗുഡ് ആഫ്റ്റർനൂൺ. കുറച്ച് ദിവസമായിട്ടൊരു വീഡിയോ എടുത്തത് കിടപ്പുണ്ടായിരുന്നു ഫോണിൽ. ഇതൊന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷേ സമയം കിട്ടത്തുമില്ല. സൗണ്ട് കൊടുക്കാനുള്ള മടിയും കാരണം അങ്ങനെ നീണ്ടു പോയി. കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോയാണ്. ഞാൻ ആ പപ്പായ പറിക്കുന്ന പപ്പായ മരം ആ നല്ല മഴയും കാറ്റും ഉണ്ടായിരുന്ന സമയത്ത് ഒടിഞ്ഞു വീണ് പോയിട്ടുണ്ടായിരുന്നു. അത് റെഡ് ലേഡിയുടെ പപ്പായ ആയിരുന്നു, ഞങ്ങളുടെ അവിടുത്തെ ഓമയ്ക്ക. എനിക്ക് മുന്നേ ഈ സാധനം ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ പിന്നെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ കോൺഷ്യസ് ആയതുകൊണ്ട് ക്ലീനാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് തണുപ്പിച്ചൊക്കെ കഴിക്കും. ഉച്ചയ്ക്ക് ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വൈകിട്ടാണ് കഴുകിയത്. തമ്പുരുവിനെ ഉറക്കിയതിന് ശേഷം കുറച്ച് പണിയുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പാത്രം കഴുകൊക്കെ കഴിഞ്ഞത്. പിന്നെ കുറച്ച് മുന്തിരി വാങ്ങിയതിരിപ്പുണ്ടായിരുന്നു. അതിനെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിൽ കുറേ സമയം ഇട്ട് വെച്ചിരുന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് അതും തുടച്ച് ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു. ഈ കറിവേപ്പില കഴുകി ഇടുന്നത് വരെ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ ചെറിയ ബോക്സിലാക്കിയായിരുന്നു കറിവേപ്പില സൂക്ഷിച്ചിരുന്നത്. അതിനുശേഷം ഞാൻ ആ പരിപാടി മാറ്റി. കുറേ നാൾ നിൽക്കുന്ന ഒരു ഐഡിയ കിട്ടി, ഒരു വീഡിയോയ്ക്ക് അതിൽ കണ്ടിട്ട് കിട്ടിയതാണ്. അപ്പോൾ അതാക്കി ഞാൻ പുതിയ രീതി. സന്ധ്യയ്ക്ക് ജിമ്മിൽ പോകുന്നത് കൊണ്ട് ഞാൻ നേരത്തെ പണിയൊക്കെ ഒതുക്കിയിട്ട് കിച്ചണിൽ നിന്ന് ഇറങ്ങും. പിന്നെ പോയിട്ട് വന്നിട്ട് പണിയൊന്നും നടക്കത്തില്ല. അരി അരയ്ക്കാനുള്ളതൊക്കെ കുറച്ച് നേരത്തെ ഇട്ട് വയ്ക്കും. അപ്പത്തിന് വേണ്ടിയിട്ട് അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രം വന്നിട്ടാണ് ഞാൻ അരച്ച് വയ്ക്കുന്നത്. ഒരു ദിവസം തീരുന്നതിന് മുന്നേ എനിക്ക് ഒരു ചായ എങ്കിലും കുടിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം എന്തോ കംപ്ലീറ്റ് ആവാത്തതുപോലെയാണ്. അത് എൻ്റെ മാത്രം കുഴപ്പമാണോ എന്നറിയത്തില്ല. എനിക്ക് ജോലിയൊന്നും ചെയ്യാനൊരു ഉഷാറില്ലാത്തതുപോലെ തോന്നും ചായ കുടിച്ചില്ലെങ്കിൽ. ഞാൻ എങ്ങനെയെങ്കിലും എത്ര നിർത്താൻ നോക്കിയിട്ട് എനിക്ക് പറ്റാത്തൊരു കാര്യമാണ് ഈ ചായ കുടി. അത് ഒരു ദിവസം ചിലപ്പോൾ 2 എണ്ണം വരെയൊക്കെ കുടിച്ചെന്നും ഇരിക്കും. അതുകൊണ്ട് ഞാൻ പാല് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരു ഗ്ലാസ് ചായയ്ക്ക് വേണ്ടിയിട്ടുള്ള പാലെടുത്തിട്ട് ബാലൻസ് ഉള്ള പാല് തൈരാക്കി ഉറയൊഴിച്ച് വയ്ക്കും. അതാകുമ്പോൾ പിന്നെ ചായ കുടിക്കണമെന്ന് തോന്നത്തില്ലല്ലോ. പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും തമ്പുരുവിന് പാല് കൊടുക്കേണ്ട ദിവസം കുറച്ച് അവനും കൂടെ എടുത്ത് വയ്ക്കും. വീട്ടിൽ പോയിട്ട് വന്നിട്ട് ചെടിയൊന്നും അത്ര കാര്യമായിട്ട് നോക്കിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് സമയം ഉണ്ടായിരുന്നപ്പോൾ മണി പ്ലാന്റൊക്കെ എടുത്തൊന്ന് പുറത്ത് വെച്ചിട്ട് അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ബോട്ടിലിരിക്കുന്ന പ്ലാന്റിൽ നിന്നാണ് ഞാൻ മാറ്റി നടുന്നത്. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയത്, അതിനകത്തെ വെള്ളം മാറ്റാൻ വേണ്ടി നോക്കുന്നതിന് മുന്നേ മുകൾ വശം കട്ട് ചെയ്ത് ഇതിലേക്ക് മാറ്റി നട്ടു. വെള്ളം മാറ്റി കഴിഞ്ഞിട്ട് അതിൻ്റെ തണ്ട് നോക്കിയപ്പോഴാണ് കണ്ടത് വേറെ കട്ടിയുള്ള തണ്ട് കിളിർത്ത് നിൽപ്പുണ്ടായിരുന്നു. അത് നോക്കാതെ ഞാനൊരു തളിര് തണ്ട് നിന്നതെടുത്ത് മുറിക്കുകയും ചെയ്തു. അതൊട്ട് നടാനും പറ്റിയില്ല. വൈകിട്ട് ഞാൻ ഫുഡ് കുറച്ച് നേരത്തെ കഴിക്കും. ഗ്രീൻ പീസ് രാവിലെ തന്നെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും കറി വെച്ചു. ക്യാരറ്റും തേങ്ങയൊക്കെ ഇട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയായിരുന്നു, അതും എടുത്തു. ഏട്ടന് അരിയുടെ സാധനങ്ങൾ എങ്ങനെ കൊടുത്താലും തീരെ ഇഷ്ടമല്ല. ഗോതമ്പ് വെച്ചിട്ട് എന്ത് സാധനം ഉണ്ടാക്കി കൊടുത്താലും കഴിച്ചോളൂ. ഫുഡും എടുത്ത് കഴിക്കാൻ അങ്ങോട്ട് ഇരുന്നപ്പോഴായിരുന്നു എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കൊറിയർ പൊട്ടിച്ച് നോക്കാൻ നമുക്കൊരു ക്ഷമയില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ട് വന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. ഈ ഒരു ബെല്ലീസ് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഓർഡർ ചെയ്തതാണ്. വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാനിത് കുറേ തവണ യൂസ് ചെയ്തു. ഇതുവരെ ഇതിനൊരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നല്ല കംഫർട്ടബിളാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 323 രൂപയോ മറ്റോ ആയിരുന്നു. ഞാൻ വേണമെങ്കിൽ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ജിമ്മിലേക്ക് പോയി. തിരിച്ച് വന്ന വഴിക്ക് ഭയങ്കര ടയർഡായിരുന്നു. അപ്പോൾ എനിക്കൊരു ചായ കുടിക്കണമെന്ന് തോന്നി. വീണ്ടും ഇന്നത്തെ 2ാമത്തെ ചായ. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഒരു 10 മണിയൊക്കെ ആയി വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്ക്. വർക്കൗട്ട് മാത്രമല്ല, വർത്തമാനം പറച്ചിലും ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് ഈ സമയമൊക്കെ ആവും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.